ഹലോ, ഇവിടെ എല്ലാവരും എന്തൊക്കെയാണ് വിശേഷം? സുഖമല്ലേ? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ത്രെഡ് വെച്ചിട്ട് ഒരു കീ ചെയിൻ ഉണ്ടാക്കിയത്. ഇനി നമുക്ക് ഈ ത്രെഡ് വെച്ചിട്ട് ഒരു ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കിയാലോ? ഒരു കീ ചെയിൻ ഉണ്ടാക്കിയ പോലെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നടുഭാഗത്തായിട്ട് എങ്ങനെ നൂല് കെട്ടുക എന്നുള്ളത് കീ ചെയിൻ്റെ ആ വീഡിയോയിൽ ചെയ്ത പോലെ കെട്ടിയാൽ കേട്ടോ. ഇത് ഞാൻ വേറെ മാതിരി ഒന്ന് ചെയ്ത് നോക്കിയതാണ്, പക്ഷേ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇനി നടുവിലായിട്ട് ഇത് കെട്ടി കൊടുക്കുക. കീ ചെയിൻ ഉണ്ടാക്കിയ പോലെ തന്നെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. ഏകദേശമല്ല, കൂടുതലും ഇങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മളുടെ ഡിസൈനിൽ മാറ്റമുണ്ട്. കീ ചെയിനിൻ്റെ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അതിലുണ്ട് ശരിക്കും കെട്ടുന്ന രീതി. ഒരു ചേഞ്ചിന് വേണ്ടി ഞാനിങ്ങനെ കെട്ടി നോക്കിയതാണ്, പക്ഷേ ചേഞ്ച് വേണ്ടില്ലായിരുന്നു എന്ന് തോന്നുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ അത് കെട്ടാനത്. ഇങ്ങനെയൊക്കെ ഇഷ്ടപ്പെട്ട് മുറുക്കിയിട്ടുണ്ട്. അതിൻ്റെ നടുവിൽ കെട്ടി കൊടുത്തിട്ടില്ലേ, ആ ഭാഗമല്ലാത്ത മേളം താഴെയായിട്ട് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഇത് റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്യണത്. നമ്മൾ മറ്റേത് ഹാർട്ട് ഷേപ്പിലല്ല കീ ചെയിൻ കട്ട് ചെയ്ത്, ഇത് റൗണ്ട് ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി യെല്ലോ കളർ ഞാൻ 5 എണ്ണം, പിന്നെ ഒരു ബ്ലൂ കളറും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ റൗണ്ടിൽ വെട്ടി കൊടുത്തിട്ട് ചെയ്യാം കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട കളർ എടുത്തോളൂ കേട്ടോ. എൻ്റെ മോൾക്ക് ഇങ്ങനത്തെ കളർ ഡ്രസ്സ് ഉണ്ട്, അപ്പോൾ അതിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ്. ഇനി നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഇത് ഒട്ടിക്കുകയാണ്. ഞാനിവിടെ പശ എടുത്തിട്ടുള്ളത് ഗ്ലൂ ഗണ്ണാണ് കേട്ടോ. ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഒട്ടിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഫ്ലവർ കേട്ടോ. എങ്ങനെയുണ്ട്? ക്യൂട്ടായിട്ടില്ലേ? ഇതിന് താഴെ ഭാഗത്തായിട്ട് ഞാനൊരു ക്ലിപ്പും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ക്യൂട്ട് ക്ലിപ്പ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.